ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരെയും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാറ്റ് ജി പി ടിയെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ലോകത്തുണ്ടാകുന്ന സാങ്കേതിക വളർച്ചയുടെ ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പുതിയതായിട്ടൊരു കാര്യം പഠിക്കുന്ന ആളുകൾക്കാണ്. അതായത് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ പഠിക്കുന്ന വിഷയം ഏതുമായിക്കോട്ടെ, മാത്സോ ഇംഗ്ലീഷോ സയൻസ് സബ്ജക്റ്റുകളോ കൊമേഴ്സോ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ അവരുടെ ജോലിയെ ക്രമീകരിക്കുന്ന രീതിയിൽ നമ്മുടെ സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാറ്റ് ജി പി ടിയുടെ ആവിർഭാവത്തോടു കൂടി നിങ്ങളുടെ ജോലി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അസൈൻമെൻ്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് വർക്ക് ആയിക്കോട്ടെ, ഏത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയുടെ സഹായത്തോടു കൂടി ഏറ്റവും മനോഹരമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ പരമാവധി ഈ ഒരു സാങ്കേതിക വിദ്യ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി സ്കോർ നിങ്ങൾ നേടാൻ വേണ്ടി ശ്രമിക്കുക. ഒപ്പം തന്നെ ചാറ്റ് ജി പി ടിയുടെ സഹായത്തോടെ നിങ്ങൾ നേടുന്ന അറിവുകൾ, നിങ്ങൾ അസൈൻമെൻ്റ് ആണെങ്കിലും പ്രൊജക്റ്റ് വർക്ക് ആണെങ്കിലും അതിൻ്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുവാനും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുവാനും ഭാവിയിൽ നിങ്ങൾക്കത് ഏതെങ്കിലും ജോലിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ നേടിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ജസ്റ്റ് കോപ്പി പേസ്റ്റ് എന്ന രീതിയിൽ ഇതിനെ കാണാതെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിനെ ഉപയോഗിക്കാനും ഒപ്പം തന്നെ അത് എങ്ങനെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് പഠിച്ചു വെക്കാനും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ എങ്ങനെയാണ് ചാറ്റ് ജി പി ടി അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അത് നിങ്ങൾക്ക് ഇതുവരെയും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ചാറ്റ് ജി പി ടിയിൽ നമുക്ക് എങ്ങനെ സൈനപ്പ് ചെയ്ത് അത് ഉപയോഗിച്ച് തുടങ്ങാം, ഒപ്പം തന്നെ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത് ഉപയോഗിക്കാം, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ എ ടു ഇസഡ് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് തുടങ്ങുന്നതിന് വേണ്ടി അത് നിങ്ങളുടെ കൈവശമുള്ളത് ലാപ്ടോപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആണെങ്കിലും നിങ്ങൾക്ക് ഒരേ രീതിയിൽ തന്നെ അത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഏറ്റവും എളുപ്പമുള്ള രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിങ്ങൾ ചാറ്റ് ജി പി ടി എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ചാറ്റ് ജി പി ടി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു സെർച്ചിൽ നിന്ന് ആദ്യം തന്നെ കിടക്കുന്ന ഈ ഒരു ഓപ്പൺ ആയി എന്നുള്ള രീതിയിലുള്ള ഇൻട്രൊഡ്യൂസിങ് ചാറ്റ് ജി പി ടി എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ലഭിക്കും. ആ വിൻഡോയിൽ നിങ്ങൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ട്രൈ ചാറ്റ് ജി പി ടി എന്ന് കിടപ്പുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങളിവിടെ ലോഗിൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിവിടെ സൈനപ്പ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു തവണ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്തുനിന്ന് സൈനപ്പ് കൊടുത്താൽ മതി. പിന്നീട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ ലഭിക്കാവുന്ന ഒരു വിൻഡോയിലേക്ക് നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായതുകൊണ്ട് നമുക്ക് സൈനപ്പ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സൈനപ്പ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് ചോദിക്കും. അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡിയാണ് കൊടുക്കേണ്ടത്. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഇവിടെ നേരിട്ട് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളത് ഈ താഴെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കുള്ള ഇമെയിൽ അക്കൗണ്ടുകൾ ഗൂഗിൾ അക്കൗണ്ടുകൾ കാണിച്ചു തരും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി ഞാനിവിടെ ഒരു ഗൂഗിൾ ഐ ഡിയിൽ ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഗൂഗിളിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാറ്റ് ജി പി ടിയിലേക്ക് ആദ്യമായിട്ടാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മളത് സെലക്ട് ചെയ്യുന്നു, മെയിൽ ഐ ഡി. ആ മെയിൽ ഐ ഡിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡിയുമായിട്ട് നിങ്ങൾ മൊബൈൽ നമ്പർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് നിങ്ങൾക്കൊരു SMS അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ വരുന്ന OTP ആണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആ മൊബൈൽ നമ്പർ ഏതാണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഡു യു ഹാവ് വാട്സാപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എഫ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലായിരിക്കും മെസ്സേജ് വരിക. നിങ്ങൾ നോ എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SMS ആയിട്ട് വരും. ഞാനിവിടെ നോ എന്നാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ സെൻഡ് കോഡ് വയ SMS എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ഒരു 6 അക്ക നമ്പറാണ്. നമുക്കത് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനത് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളങ്ങോട്ട് ലോഗിൻ ചെയ്യുകയാണ്. ഇതാണ് ഒരു ചാറ്റ് ജി പി ടിയുടെ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് ന്യൂ ചാറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നേരെ തന്നെ നമുക്ക് താഴെയായിട്ട് ഇവിടെ ഒരു ബോക്സ് പോലെയുണ്ട്. ഇവിടെയായിട്ട് ഏറ്റവും താഴത്തെ വശത്ത് ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന രീതിയിലാണ് ചാറ്റ് ജി പി ടിയിൽ ക്രമീകരണം. അപ്പം നമ്മളൊരു ഗൂഗിളിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഉത്തരം എവിടെയൊക്കെയാണോ ഏതൊക്കെ സൈറ്റിലാണോ ഉള്ളത് ആ ഒരു സൈറ്റ് അഡ്രസ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അവിടെ പോയായിരിക്കും നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക. അപ്പോൾ പല രീതിയിലുള്ള ഉത്തരങ്ങളിൽ നിന്ന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരം, നമ്മുടെ ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരമാണ് നമുക്ക് ലഭിക്കുക. നമുക്കൊരു പനി കാരണം നമ്മൾ സ്കൂളിൽ പോയില്ല, ഒരു ലീവ് ലെറ്റർ വേണമെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിലും കൊടുക്കാം, ഇംഗ്ലീഷിലും കൊടുക്കാം. ഇപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങളിവിടെ ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ഉത്തരം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു ലീവ് ലെറ്ററാണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കിട്ടുക.
അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ്, ഒരു അക്കൗണ്ടൻ്റായിട്ട് നിങ്ങൾക്ക് ജോലിക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോലി അക്കൗണ്ടൻ്റ് എന്നുള്ള ജോലിക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് തയ്യാറാക്കി കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ഒരു അസൈൻമെൻറ്റ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു 100 വേർഡ്സിൽ കഴിയാതെ അല്ലെങ്കിൽ 2 പുറത്തിൽ കഴിയാത്ത 2 പേജ് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു എസ്സേ തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾക്കത് തയ്യാറാക്കി കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോബ്ലം, നിങ്ങളുടെ പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പ്രോബ്ലം, മാത്തമാറ്റിക്സിലോ അക്കൗണ്ടൻസിയിലോ ഏതെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ മിക്കവാറും ശരിയായിരിക്കും. ചിലപ്പോൾ അപൂർവമായിട്ടെങ്കിലും നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഉത്തരങ്ങളും ചാറ്റ് GPT തരാറുണ്ട്. 2021 വരെയുള്ള 2021 വരെയുള്ള അപ്ഡേഷനാണ് ഇപ്പോൾ തൽക്കാലം ചാറ്റ് GPTയിലുള്ളത്. അതിനുശേഷമുള്ള കറണ്ട് അഫയേഴ്സ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കണമെന്നില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കുക. അപ്പം നമുക്കിന്നിവിടെ പ്രധാനമായിട്ടും ഡിഗ്രി ലെവലിലുള്ള ഒരു പ്രൊജക്റ്റ് വർക്ക് നമുക്ക് എങ്ങനെ ചാറ്റ് GPTയുടെ സഹായത്തോടെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് കോൺവെർസേഷൻ ഇവിടെ ആരംഭിക്കാവുന്നതാണ്. ഏറ്റവും താഴെയുള്ള സ്ഥലത്ത് പറഞ്ഞതുപോലെ ഇവിടെ ജസ്റ്റ് ഒരു ഹായ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുക്കണമെന്നില്ല, നേരിട്ട് തന്നെ നിങ്ങൾക്ക് അതിലേക്ക് കടക്കാവുന്നതാണ്, നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തു കഴിയുമ്പോൾ അതിനുള്ള റെസ്പോൺസ് ചാറ്റ് GPT നമുക്ക് നൽകുന്നതാണ്. അപ്പം ചില സമയത്ത് നെറ്റ് ഫ്ലോ ആണെങ്കിലോ അല്ലെങ്കിൽ ചാറ്റ് GPTയിൽ അതിൻ്റെ ട്രാഫിക് വളരെ ബിസി ആണെങ്കിലോ ചിലപ്പോൾ നമുക്ക് അല്പം താമസിച്ച് വരാം. എങ്കിൽ പോലും വളരെ സ്പീഡിൽ തന്നെ സാധാരണഗതിയിൽ ലഭിക്കാറുണ്ട്. അപ്പോൾ ഹലോ ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു ടുഡേ എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചോദിക്കാം ഗിവ് മീ 100. നമുക്കൊരു പ്രൊജക്റ്റ് ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് ടോപ്പിക് എന്താണെന്ന് തന്നെ നമുക്കിവിടെ ചോദിക്കാം അല്ലേ. ഗിവ് മീ 100 പ്രൊജക്റ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഐഡിയാസ് എന്ന് കൊടുത്താൽ മതി. പ്രൊജക്റ്റ് ടോപ്പിക്സിന് ഞാനിവിടെ കൊടുക്കുകയാണ്. പ്രൊജക്റ്റ് ടോപ്പിക്സ് ഇൻ റിലേറ്റഡ് ടു നമുക്ക് കോമേഴ്സ് ആണ് വേണ്ടത് അല്ലേ. ഇൻ കോമേഴ്സ് എന്ന് നമുക്ക് കൊടുക്കാം അല്ലേ. കൊമേഴ്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നോക്കുക, ഗിവ് മീ 100 പ്രൊജക്റ്റ് ടോപ്പിക്സ് ഇൻ കൊമേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റ് ടോപ്പിക്കുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ധാരാളം ടോപ്പിക്സ് നമ്മുടെ മനസ്സിൽ നിന്ന് വരാത്ത, നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ പോലും നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള ടോപ്പിക്സുകൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് നിങ്ങൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക് നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് 100 ടോപ്പിക്സും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. വളരെ പെട്ടെന്ന് ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. അനാലിസിസ് ഓഫ് എഫക്റ്റീവ്നെസ് ഓഫ് മൊബൈൽ ബാങ്കിങ് ഇൻ ഇ കൊമേഴ്സ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ 100 വരെ വരും. നമ്മുടെ സ്റ്റോപ്പ് ജനറേറ്റിംഗ് കൊടുക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പ് ജനറേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിൽക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സെലക്റ്റഡ് നമ്മൾ കൊടുക്കുകയാണ്. ഇതിൽ നമുക്കൊരു പ്രൊജക്റ്റ് ടോപ്പിക്ക് എടുക്കുമ്പോൾ അത് സംബന്ധിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ലിറ്ററേച്ചർ റിവ്യൂ വേണം, റിസർച്ച് മെത്തഡോളജി വേണം, അതിൽ ഡിസ്കഷനുണ്ട്, കൺക്ലൂഷനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫൈൻഡിങ്സ്, റെക്കമെൻഡേഷൻ എല്ലാം റെഫറൻസ് ഉൾപ്പെടെ വേണം അല്ലേ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ടോപ്പിക് കൊടുത്തു, ഇനി നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് അല്ലെങ്കിൽ ഡെഫിനേഷൻ ഓഫ് മൊബൈൽ ബാങ്കിങ് ഇൻ കോമേഴ്സ് അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി അത് നമുക്ക് ചോദിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് നേരെ ഒരു വെബ്സൈറ്റിൽ നിന്ന് കോപ്പി അടിച്ച് അവർ നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നതല്ല. ധാരാളം ഡാറ്റാ ബേസിൽ നിന്ന് നമ്മൾ ചോദ്യത്തിനനുസരിച്ച് ഈ ഒരു AI മോഡൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. വേറൊരു സന്ദർഭത്തിൽ ഇതേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് വരിക. അപ്പോൾ അത് പലപ്പോഴും അതുകൊണ്ട് തീർച്ചയായിട്ടും നേരെ നമ്മൾ കോപ്പി അടിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് വരികയുമില്ല. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി എന്നുള്ളത് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിൽ താഴോട്ട് വരുന്നുണ്ട്. സ്റ്റഡിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് മൊബൈൽ മാർക്കറ്റിംഗ് ഇൻ ഇ കോമേഴ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സെവറൽ റീസൺസ് അല്ലേ. അപ്പോൾ താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി എന്നുള്ളിടത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നതിൽ നിങ്ങൾക്ക് തൃപ്തി പോരാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡ് ഇതൊന്ന് മാറ്റി എഴുതണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സെൻറ്റൻസുകളോടാണ് ഇവർ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ അല്പം മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റീജനറേറ്റ് റെസ്പോൺസ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് മറ്റ് സെൻറ്റൻസുകളായിട്ട് നിങ്ങൾക്കിവിടെ അവതരിപ്പിക്കുന്നതാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നോക്കുക, വെയിറ്റ് ചെയ്യാം അല്പസമയം. ചില സമയത്ത് അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. കണ്ട പുതിയ രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ സ്റ്റോപ്പ് ജനറേറ്റിംഗ് തൽക്കാലം കൊടുക്കാം.
അതിനുശേഷം നമുക്ക് ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വേണമെങ്കിൽ, ഈ ഒരു സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ് ആവശ്യമെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ്. നമ്മൾ വീണ്ടും ടോപ്പിക്കിൻ്റെ പേരും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒന്നും അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി എന്ന് മാത്രം വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സ്റ്റഡിയുടെ ആണെന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് അതിനുള്ള ഉത്തരം നൽകുന്നതാണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി മേ ഇൻക്ലൂഡ്, കണ്ടോ താഴെ പറയുന്ന ഒബ്ജക്റ്റീവ്സ് നമുക്ക് അതിന് വേണ്ടി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വേരിയബിൾസ് ആവശ്യം വന്നേക്കാം. ചിലപ്പോൾ ഈ സ്റ്റഡിയുടെ വേരിയബിൾസ് ഏതൊക്കെ വേരിയബിൾസ് ആണ് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കണം അല്ലേ. അപ്പോൾ നമുക്ക് വേരിയബിൾസ് ഓഫ് ദി സ്റ്റഡി അല്ലെങ്കിൽ വേരിയബിൾസ് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള വേരിയബിൾസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപെൻഡൻറ്റ് വേരിയബിൾ, ആ രീതിയിൽ നിങ്ങൾക്ക് കണക്ഷൻ തന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ വരുന്നത് നോക്കുക. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് മൊബൈൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അതായത് അതിൽ മൊബൈൽ ആപ്ലിക്കേഷന്, മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റ്, പുഷ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ. ഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് ഇ കൊമേഴ്സ് സെയിൽസ് പറഞ്ഞിട്ടുണ്ട്. മീഡിയേറ്റിംഗ് വേരിയബിളായിട്ട് കൺസ്യൂമറിൻ്റെ ബിഹേവിയർ പറഞ്ഞിട്ടുണ്ട്. മോഡറേറ്റർ വേരിയബിൾ പറഞ്ഞിട്ടുണ്ട്. ഇൻകം, ജെൻഡർ പോലുള്ള ഡെമോഗ്രഫിക് വേരിയബിൾസ്, കൺട്രോൾ വേരിയബിൾസ്, പത്രത്തിലുള്ള വേരിയബിൾസും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓരോന്നിനെ കുറിച്ചുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അല്ലേ, ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, നമ്മുടെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മോഡലുകൾ പറഞ്ഞിട്ടുണ്ട്. വിച്ച് മൊബൈൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബൈ ഇ കൊമേഴ്സ് ബിസിനസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഓപ്ഷനൊക്കെ കൊടുത്താണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ചോയ്സുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ചോയ്സുകൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ചോദിച്ചു നോക്കാം. ചോയ്സ് ആൻസേഴ്സ് അല്ലേ, ആൻസേഴ്സ് ഫോർ ഫസ്റ്റ് വൺ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കൊടുക്കാം ചോയ്സ് ആൻസേഴ്സ് ഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആൻസർ ചോയ്സ് ഏതെങ്കിലും കൊടുത്താൽ മതി. ആൻസർ ടു ദി ഫസ്റ്റ് റിസർച്ച് ക്വസ്റ്റ്യൻ വിച്ച് മൊബൈൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് അല്ലേ. SMS മാർക്കറ്റിംഗ് ആണോ, മൊബൈൽ ആപ്ലിക്കേഷൻ ആണോ, മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റ് ആണോ, പുഷ് നോട്ടിഫിക്കേഷൻ ആണോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനുള്ള ആൻസറുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി, ടിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചാറ്റ് GPT എങ്ങനെ സ്റ്റുഡൻസിന് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ശ്രമിക്കുമല്ലോ. അപ്പോൾ നമുക്കിനി ചാറ്റ് GPTയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കൊമേഴ്സ് സ്റ്റുഡൻസിന് എങ്ങനെ നിങ്ങൾക്കിത് ഫലപ്രദമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്